ഇന്നിപ്പോൾ കോക്കനട്ട് ബർഫിയാണ് ഉണ്ടാക്കുന്നത്. ബർഫികൾ നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് മാറ്റി 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 ഉണ്ടാക്കാം. എനിക്ക് തോന്നാറുള്ളത് ഈ ബർഫി എന്നൊക്കെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കടലമാവ് ബേസ് ചെയ്തിട്ട് നമ്മൾ അനവധി സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഓരോ ഫ്ലേവറുകൾ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ കോക്കനട്ട് പൗഡർ, കടലമാവ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വേണ്ടത്. ഓയിൽ ഓയിൽ എന്ന് പറയുമ്പോൾ എന്ത് ഓയിലാണ്? ഓയിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ പാമലീനാണ് ഉപയോഗിക്കുന്നത്. പാമലീൻ ഉപയോഗിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഇതിൽ കുറച്ച് ഈ കടലമാവിൽ കുറച്ച് പാമലീൻ ഒഴിച്ചിട്ടേ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. അതിൻ്റെ ഒരു സ്മൂത്ത് ഒരു കുഴമ്പ് പരുവത്തിന് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും ഓയിൽ അത്രയും ഓയിലാണ് ഇത് കുഴക്കുക. നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചാക്കണ പോലെ തന്നെ ഓയിലാണ് ഇത് കുഴക്കുക. കടലമാവിൽ സാധാരണ ചെറിയ കട്ടകൾ ഉണ്ടാവും. കട്ടകൾ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ശരിക്കും ആ ഒരു വെള്ളം ഒഴിക്കണ പോലെ ഓയില് ഒഴിക്കണം. ഇതാണ് നമ്മൾ അടിച്ച് കയറ്റണത് ഇതല്ലേ? ശരിക്കും നെയ്യ് ഉപയോഗിക്കാം. ഞാനിത് വോയിസ് ഓവർ കൊടുക്കാട്ടോ. അതായത് മൈക്ക് പെട്ടെന്ന് ഓഫായി പോയി, അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ എണ്ണയിൽ നല്ലപോലെ കുഴച്ചൊരു പരിവാക്കി വെച്ചിരിക്കുന്ന കടലമാവിനെ അവിടെ വെച്ചിട്ട് നമ്മൾ പഞ്ചസാരയുടെ നേരെ തിരിഞ്ഞേക്കാണ്. പഞ്ചസാര കടലമാവ് എത്രയാണ് എടുക്കുക അതിൻ്റെ 3 ഇരട്ടി പഞ്ചസാര വേണം എന്നാണ് പറയുക. അപ്പോൾ അത്യാവശ്യം പഞ്ചസാര ഉണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് ഇങ്ങനെ ഉരുക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ചെറിയ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് കാണാനുണ്ട് അല്ലേ, കളറ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഉള്ളത് വെള്ളം പോലെയാണ്. അതിന് മാറി കുറച്ച് തിക്കായിട്ട് നമ്മൾ ലഡുവിൻ്റെ വീഡിയോയിലൊക്കെ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു തിക്നെസ് വരണം അത് ഉരുക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ അവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ അവിടെ ഒരു ഇത്തിരി നേരം അവിടെ ഇരിക്കട്ടെ. പിന്നെ ആക്ച്വലി ഇതിലിങ്ങനെ സുന്ദരേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോറി, അതൊക്കെ മിസ്സായിപ്പോയി. എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ സുന്ദരേട്ടൻ പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സാണ്. ഇനി ആ കടലമാവിൻ്റെ ആ ബാറ്റർ ഈ പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് ഉരുക്കിയതായിക്കഴിഞ്ഞാൽ അതിലോട്ട് ഇട്ടിട്ട് പിന്നെ കുറേ നേരം നമ്മൾ ഇളക്കാനുണ്ട്. അങ്ങനെ ഇളക്കിയിട്ട് അതൊരു നല്ല തിക്കാവുമ്പോൾ അതൊരു പരന്ന പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് നല്ലപോലെ അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏകദേശം കുറച്ചും കൂടി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കണ്ടോ ആ ഒരു തുള്ളി വീഴുന്ന കണ്ടോ, ഒരു തിക്നെസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ കടലമാവ് ഒഴിക്കുകയാണ് വേണ്ടത് ആക്ച്വലി. അപ്പോൾ ആ ഒരു തിക്നെസ് നമുക്കവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സുന്ദരേട്ടൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും കോക്കനട്ട് ബർഫി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റായി എന്നാണ് സുന്ദരേട്ടൻ അവിടെ പറയണത്. ആ ഒരു തിക്കായിട്ട് പഞ്ചസാര എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലോട്ട് നമ്മുടെ കടലമാവിൻ്റെ ബാറ്റർ നമുക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ അത്ര അടുത്തുനിന്ന് ഒരു വീഡിയോ എടുത്തില്ല, കണ്ടോ ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇവിടെ കടലമാവും എണ്ണയിൽ മിക്സ് ചെയ്ത ആ ഒരു ബാറ്റർ നമ്മൾ പഞ്ചസാര ലായനിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് സ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നല്ലപോലെ ഇളക്കണേ, അല്ലെങ്കിൽ അത് നമുക്ക് നല്ല പോലെ അത് കട്ട പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിക്കാവും. നമുക്കിനി വീഡിയോയിൽ അത് കാണാൻ പറ്റും. ഇപ്പോഴൊക്കെ ഇളക്കാൻ കുറച്ച് സിമ്പിളാണ്, കുറച്ച് കഴിയുമ്പോൾ നല്ല പവർഫുള്ളായിരിക്കും, കാരണം നല്ല പവർ വേണം. അത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത്രയും അധികമായിട്ട് ഓർഡറുകൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ ഒത്തിരി അധികം ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു ഇളക്കൽ പരിപാടി നല്ല പണി തന്നെയാണ്. അതെനിക്ക് തീരുമാനമായി. അങ്ങനെ അതപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആക്ച്വലി ഇത് ഇടാൻ പാടില്ല. നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കളർ ഇപ്പം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ട് വരും. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഇളക്കല്ല, അത് തന്നെയാണ് മെയിൻ പരിപാടി. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിൽ കുറവാന്ന് തോന്നിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അത്യാവശ്യം നല്ലപോലെ വേണം. ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ബർഫി തിക്കാവാൻ, അതായത് എന്താ പറയുക, ബലമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ അതുപോലെ പഞ്ചസാര ഇതൊക്കെ ഒട്ടും കുറയ്ക്കരുത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളും പ്രത്യേകം അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ കുറച്ചളവിലൊക്കെ ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ നൈസായിരിക്കും. ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഈവനിങ്ങിൽ ഒരു പലഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വീറ്റായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ, പക്ഷേ ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു പൂതി വന്നു. ഞാനാണെങ്കിൽ ചോദിക്കായിരുന്നു സുന്ദരേട്ടൻ, ഇങ്ങനെ നല്ല തിളച്ച് നിൽക്കണ ചീനച്ചട്ടി അതുമ്പിൽ കയ്യോണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യണപ്പോൾ ഞാൻ ചോദിച്ചു പൊള്ളണില്ലേന്ന്. ഞാനാണെങ്കിൽ ഒരു ചെറിയ ചോറ് വറക്കുമ്പോൾ റിസ്ക് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കെട്ടിയവനെ ഏൽപ്പിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, പക്ഷെ അതൊക്കെ ശീലമല്ലേ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ശീലമായിട്ട് ഇത്രയും കാലമായിട്ട് തുടങ്ങിയ പരിപാടിയല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചെയ്യുമായിരുന്നു. എന്തായാലും വോയിസ് കയറിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടം പിടിച്ച പരിപാടിയായിപ്പോയി. ഇതിങ്ങനെ ഈ ഒരു ഇളക്കലും ഈ ഒരു പഞ്ചസാര ലായനിയിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇളക്കലെല്ലാം കൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു അരോമ, നല്ലൊരു മണം അവിടെ ഫുള്ളിങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കണം, നല്ലപോലെ ഇങ്ങനെ പടപടപടോന്ന് ഇളക്കി കൊടുക്കണം. നിമിഷങ്ങൾക്ക് മുന്നിങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കുകയും നല്ലൊരു ഭംഗിയുള്ള കളറൊക്കെ ആവും. ഇപ്പോൾ കണ്ടോ കളർ മാറിയത് കണ്ടോ. ഇതൊന്നും ഇനി ആയിട്ടില്ല, ഇനി ഇങ്ങനെ ഇളക്കണം കുറേ. അവസാനം നല്ല തിക്കാവും. ആ ഒരു ഇതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ ആൾ 2 കൈ കൊണ്ട് കൂടിയൊക്കെ ഇളക്കുന്നുണ്ട്. നല്ല തിക്കാവും. അതായത് നമുക്ക് എനിക്കൊന്നും ഇളക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു, ആളെങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്തൊന്ന് ഇളക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ അത്ര ഇതായിട്ടൊന്നും ഇളക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും ആൾ വന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആവാനുണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ സുന്ദരേട്ടൻ തന്നെയായിരുന്നു കേട്ടോ സദ്യ, എല്ലാ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, തലേ ദിവസത്തെ നൈറ്റ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് എൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ മാരേജിൻ്റെ അന്ന് ആക്ച്വലി ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മൈസൂർപ്പ ഉണ്ടായിരുന്നു. ദോശ, ചട്നി, സാമ്പാർ അങ്ങനെയൊക്കെ മോർണിംഗിൽ മൈസൂർപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് ആളുടെ പ്രിപ്പറേഷനിൽ പെട്ടതായിരുന്നു. അതെല്ലാം പെട്ടെന്ന് ഞങ്ങളതൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇളക്കി അങ്ങനെ ഇളക്കി ഒരു സൈഡായിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കോക്കനട്ട് ബർഫിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ കോക്കനട്ടിൻ്റെ പൗഡർ എന്ന് വെച്ചാൽ കോക്കനട്ട് ഉണക്കി, അതായത് ചിരകി ഉണക്കിയിട്ടുള്ള ആ ഒരു
കോക്കനട്ടിൻ്റെ ഒരു പൗഡർ കിട്ടും, മേടിക്കാൻ കിട്ടും, നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും, അവൈലബിൾ ആണ്. അത് ഇതിലോട്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് എന്ന് ആൾ പറയുന്നുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തേക്കാണ്. ഇതിനൊരു കറക്റ്റ് ആ ഒരു നാളികേരം ഇങ്ങനെ ഉണക്കിയ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ അത് ഇട്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ചോക്ലേറ്റ്, ഈ തേങ്ങ മീൻസ് കോക്കനട്ടിൻ്റെതായിട്ട് ചോക്ലേറ്റ് ഒക്കെ എനിക്കിഷ്ടമല്ല. പക്ഷെ ബർഫി ആക്ച്വലി വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. നമ്മളത് കഴിഞ്ഞ് അത് സെറ്റാവുന്നതിന് മുന്നേ തന്നെ കുറച്ച് അതിൻ്റെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നേരെ അത് ട്രേയിലോട്ട് മാറ്റണം. ട്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, പഞ്ചസാര തൂവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ട്രേയിൽ നല്ലോണം നെയ്യ് കണ്ടോ, നെയ്യ് പരക്കണുണ്ടോ, നെയ്യും പഞ്ചസാരയും പരക്കുന്നുണ്ട്. അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നല്ലോണം തുടച്ച് പഠിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആക്ച്വലി കുറച്ച് നേരം ഒരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ പല ഷേപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് തിക്കാവില്ലേ. അതുകൊണ്ട് അതിനെ ഇനി നല്ലപോലെ മറ്റേ വടിച്ച് തുടച്ചിട്ടൊക്കെ ആക്കണം. ആദ്യം നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് അതെല്ലാം ഇങ്ങനെ ഓരോ അത്യാവശ്യം ഒന്നാമത് നല്ല ചൂടാണ്, പിന്നെ അതിന് കുറച്ച് ഇങ്ങനെ തിക്കായിട്ടുള്ളതല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും പോരില്ല. അപ്പോൾ നമ്മൾ അതിങ്ങനെ കുറച്ച് ബലമുള്ള ഇപ്പോൾ കത്തി കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇനി ഒന്ന് ഷേപ്പ് ചെയ്തും കൂടി കൊടുക്കണം. ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ചട്ടുകം വെച്ച് ഇങ്ങനെ നേരെ വരഞ്ഞു കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ. അങ്ങനെ നമ്മൾ ചട്ടകം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുക നേരെ. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അതേ ഷേപ്പിൽ അങ്ങ് ഉറച്ചു പോവും. അപ്പം നമ്മളതിനെ ഒന്ന് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഫുള്ള് നെയ്യാണ് ഞാൻ കാണുന്നതൊക്കെ, നെയ്യും എണ്ണയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അങ്ങനെ കുറേ വലിച്ചു വാരി കഴിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും അതിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഗ്രേറ്റഡ് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ള കോക്കനട്ട് പൗഡർ ഒരു ഫ്ലേവറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനങ്ങനെ അളവൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് ഫില്ലാവുന്നത് വരെ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ആക്ച്വലി. അതിങ്ങനെ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതൊരു ഡെക്കറേഷനായിട്ടും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ വെതറി കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതങ്ങനെ എന്ന് വെച്ചാൽ ആ ഒരു കടലമാവും എണ്ണയും കൂടിയിട്ടുള്ള പണി ഉണ്ടല്ലോ, അത് മാത്രമാണ്. അത് പക്ഷെ നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പം പിന്നെ ഇതുപോലെ ഇതിൽ ഫുള്ള് നെയ്യിൽ ചെയ്യണവർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അധികം ചിലവേറിയതും അതുപോലെ തന്നെ ഇത്രയും അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല മാൻ പവർ എന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ നല്ല പവർ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത്ര അധികമൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ഏകദേശം ഒരു ഇതിൽ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റിന് കൊടുക്കും. ഇപ്പം ഇത് ചെയ്ത് തന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം നേരം റെസ്റ്റിന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കുക. ആക്ച്വലി ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. പിന്നെ അതങ്ങനെ ഇവിടെ വീട്ടിലാണെങ്കിൽ പാച്ചു ഉറങ്ങുന്ന ടൈമൊക്കെ കൂടിയിട്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇത് നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോഴേക്കും ഈവനിങ് ആയപ്പോഴേക്കൊക്കെ അതവിടെ നിന്ന് പോയി. ഞാൻ പോയിക്കപ്പോഴേക്കും അതൊക്കെ
പാത്രത്തിലൊക്കെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ബർഫി സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം വേറെ ഒരു റെസിപ്പിയും ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ആക്ച്വലി ഇങ്ങനെ മുറിക്കണ കാണാനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ മധുരമൊക്കെ ഉണ്ട്, പാകത്തിനുള്ള മധുരമാണ്, ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കാണാൻ വെട്ടി വെച്ചിരിക്കുന്ന മീൻസ് വരച്ച് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടപ്പുണ്ട്, അത് വെച്ചിട്ട് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് റെസ്റ്റിംഗ് ടൈമാണ്. പിന്നെ അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയതാണ്. പിന്നെ എന്നെ വിളിച്ചില്ല സുന്ദരേട്ടൻ, അങ്ങനെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പം ശരിക്കും ബൈ. അപ്പോൾ ഞാൻ പോവുകയാണേ. ഒരു വടക്കൻ സ്റ്റോറിയിൽ നിന്ന് അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.